ഇനി കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ നദികൾ കഴിഞ്ഞു, ഇനി കേരളത്തിലെ കായലുകളാണ്. അപ്പോൾ കേരളത്തിലെ കായലുകൾ എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുന്നത് നദികളുടെ നാടാണ്. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത് കായലുകളുടെ നാട് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളം കായലുകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലഗൂണുകളുടെ നാട് എന്നും കേരളത്തെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ കേരളത്തെ കായലുകളുടെ നാട് എന്നറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തെ ലഗൂണുകളുടെ നാട് എന്നും കേരളത്തെ എന്ത് ചെയ്യപ്പെടാറുണ്ട്, അറിയപ്പെടാറുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്താണ് കായലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലുമായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ ബന്ധമുള്ളതും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നദി ഒഴുകി വന്ന് ചേരുന്നതുമായിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ കായലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കായലുകൾ എന്ന് വെച്ചാൽ നദിയുമായിട്ട് അല്ലെങ്കിൽ കടലുമായിട്ട് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ഒരു ബന്ധമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നദി എങ്കിലും, അതായത് ശുദ്ധജലവുമായിട്ട് ഏതെങ്കിലും ഒരു നദിയെങ്കിലും ഒഴുകിയെത്തണം. അത്തരത്തിലുള്ള ഒരു ജലസഞ്ചയത്തെയാണ് നമ്മൾ കായൽ എന്നുള്ളൊരു പേരിട്ട് വിളിക്കുന്നത്. കായൽ അതുപോലെ അതൊരു തണ്ണീർത്തടം കൂടിയാണ്, അതൊരു വെറ്റ്ലാൻഡും കൂടിയാണ് ഈ കായൽ എന്ന് പറയുന്നത്. 1971 തണ്ണീർത്തട സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉടമ്പടി വന്നു. ആ ഉടമ്പടിക്ക് പറയുന്ന പേരാണ് റംസാർ ഉടമ്പടി. അത് ഇറാനിലെ റംസാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് നടന്നത് ഈ റംസാർ ഉടമ്പടി. ഈ റംസാർ ഉടമ്പടി പ്രകാരം 1997 മുതൽ നമ്മൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നും റംസാർ സൈറ്റിലേക്ക് വെറ്റ്ലാൻഡുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പറയാം. അതായത് നമ്മുടെ കേരളത്തിൽ 34 കായലുകളാണ് കാണപ്പെടുന്നത്. 34 കായലുകൾ കാണപ്പെടുന്നുണ്ട്. ആ 34 കായലുകളിൽ 3 റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടതാണ്. അതായത് വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. ഈ 3 കായലും റംസാർ സൈറ്റിൽ എന്ത് ചെയ്യപ്പെട്ടതാണ്, ഉൾപ്പെട്ടിട്ടുള്ളതാണ്. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, ഈ 3 കായലുകൾ തണ്ണീർത്തടമായിട്ട് അതായത് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 2002 അത് ഈ പട്ടികയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ 34 കായലുകളിലേക്ക് തിരിച്ചു വരാം. 34 കായലുകളിൽ ഡയറക്റ്റുമായിട്ട് കടലുമായി ബന്ധമുള്ള കായലുകളുമുണ്ട്, പിന്നെ ഉൾനാടൻ ഡയറക്റ്റ് ബന്ധമില്ലാത്ത ഉൾനാടൻ കായലുകളുമുണ്ട്. അതിൽ 7 ഉൾനാടൻ കായലുകളും ബാക്കിയുള്ള 27 കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളായണി കായൽ. അപ്പോൾ ഈ വെള്ളായണി കായലിന് ഡയറക്റ്റ് കടലുമായി ബന്ധമുള്ളത്, അതൊരു ഉൾനാടൻ കായലിന് ഉദാഹരണമാണ്. അപ്പോൾ വെള്ളായണി കായൽ ഒരു ഉൾനാടൻ കായലാണ്. കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കായലുകൾ എന്ന് പറയുമ്പോൾ 27 ഉള്ളത്. ഇനി എന്താണ് അഴി, എന്താണ് പൊഴി എന്നുള്ള 2 വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അഴി എന്ന് പറയുന്നത് കടലും കായലും ചേരുന്ന ഭാഗത്തെയാണ് അഴി എന്ന് വിളിക്കുന്നത്. അതായത് കടലും കായലും കൂടി ചേരുന്ന ഭാഗമാണ് അഴി എന്ന് വിളിക്കുന്നത്. അതേസമയം പൊഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിനെയും കായലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗം, അതായത് വേർതിരിക്കുന്ന ഈ കടലും കായലും ചേരാതെ ഇരിക്കുന്ന ഒരു ഭാഗം, ചേരാതെ വേർതിരിച്ച് നിർത്തുന്ന ഒരു ഭാഗമാണ് പൊഴി എന്ന് പറയുന്നത്. എപ്പോഴാണോ കടലിനെയും കായലിനെയും ചേർക്കണം എന്ന് തോന്നുന്നത് ആ സമയം ഈ പൊഴി അങ്ങ് മുറിക്കും. അപ്പോൾ പൊഴി മുറിച്ച്, അതായത് പൊഴി വേർപെടുത്തി കടലിനെയും കായലുമായിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പൊഴിമുറി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ പൊഴി എന്ന് വെച്ചാൽ കടലിനെയും കായലിനെയും വേർതിരിച്ച്, അതായത് ചേരാതെ വേർതിരിച്ച് നിർത്തുന്ന ഭാഗമാണ് പൊഴി എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോ കായലിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കായലാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ വേമ്പനാട്ട് കായൽ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതായത് 34 കായലുകളിൽ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 250 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഇനി വേമ്പനാട്ട് കായലിലാണ് ദേശീയ ജലപാത 03 അത് കടന്നു പോകുന്നത്. വേമ്പനാട്ട് കായലിൽ കൂടിയാണ് കൂടുതലും കടന്നു പോകുന്നത്. അതായത് ദേശീയ ജലപാത 03 ആരംഭിക്കുന്നത് അഷ്ടമുടി കായലിലാണ്. കൊല്ലം കോട്ടപ്പുറം തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അത് കൊല്ലത്ത് അഷ്ടമുടി കായലിൽ ആരംഭിക്കുകയും കോട്ടപ്പുറം വഴി, അതായത് കോഴിക്കോട് ജില്ലയിൽ കോട്ടപ്പുറം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ജലപാതയാണ് ദേശീയ ജലപാത 03. ഈ ദേശീയ ജലപാത 03 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് വേമ്പനാട്ട് കായലിൽ കൂടിയാണ്. കൂടുതൽ ഭാഗവും എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നതെന്ന് പറയുന്നത്. ഇനി വേമ്പനാട്ട് കായൽ കടന്നു പോകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ കൂടിയാണ് വേമ്പനാട്ട് കായൽ കടന്നു പോകുന്നത്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ, കോട്ടയം, എറണാകുളമാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്ഥലത്തും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഈ പറയുന്ന വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്
കൈതപ്പുഴ എന്ന പേരിലാണ് ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെടുന്നത്. ഇനി ആലപ്പുഴയിൽ തന്നെ കുട്ടനാട് ഭാഗത്ത് അറിയപ്പെടുന്നത് പുന്നമടക്കായലാണ്. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്നത്. അപ്പോൾ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നത് കുട്ടനാട് ഭാഗത്ത് വേമ്പനാട്ട് കായൽ എത്തുമ്പോൾ അത് പുന്നമടക്കായൽ എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെടുന്നത് കൈതപ്പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇത് എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോൾ എറണാകുളം ജില്ലയിൽ ഇത് അറിയപ്പെടുന്നത് ഈ പറയുന്ന വേമ്പനാട്ട് കായൽ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്നത് കൊച്ചി കായൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊച്ചി കായൽ അഥവാ വീരാൻപുഴ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. കൊച്ചി കായൽ അഥവാ വീരാൻപുഴ എന്ന പേരിൽ എറണാകുളം ഭാഗത്ത് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നുണ്ട്. ഈ വേമ്പനാട്ട് കായൽ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കോട്ടയം ജില്ലയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ദൂരം എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നതെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കായലിൽ നാഷണൽ ജോഗ്രഫിക്കിന്റെ അറൗണ്ട് ദ വേൾഡ് ഇൻ 24 hours ഫോട്ടോഗ്രാഫിക് ടൂർ എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് ഈ വേമ്പനാട്ട് കായലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം. അത് ആലപ്പുഴ ജില്ലയിലാണ്. അത് ഏറ്റവും നന്നായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന കാക്കത്തുരുത്ത്. അത് കായലിലെ ഒരു നാഷണൽ ജോഗ്രഫിക്കിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഫോട്ടോഗ്രാഫിക് ടൂറിന് പറ്റുന്ന ഒരു അവാർഡ് കിട്ടിയ ഒരു പ്രദേശമാണ്. ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഇടം നേടിയ ഒരു പ്രദേശമാണ് കാക്കത്തുരുത്ത്. അത് ആലപ്പുഴ ജില്ലയിലാണ്. അത് ഈ കായലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു അറിവാണ്. ഇനി നമ്മുടെ വേമ്പനാട്ട് കായലിൽ ഒരുപാട് ദ്വീപുകളുണ്ട്. ഒരുപാട് ദ്വീപുകൾ, ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത് വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ വേമ്പനാട്ട് കായലിൽ കാണപ്പെടുന്ന ദ്വീപുകളാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് അല്ലെങ്കിൽ വെല്ലിംഗ്ടൺ ദ്വീപ്, അതുപോലെ പാതിരാമണൽ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, അതുപോലെ വല്ലാർപാടം ദ്വീപ്, രാമൻതുരുത്ത് ദ്വീപ്, ബോൾഗാട്ടി ദ്വീപ്, കുമരകം ദ്വീപ്, ഇതെല്ലാം ഈ പറയുന്ന ദ്വീപുകളാണ്. അതായത് വേമ്പനാട്ട് കായലിലുള്ള ചെറിയ ചെറിയ ദ്വീപുകളാണ്. ഏതൊക്കെയാണ്? കുമരകം ദ്വീപ്, ബോൾഗാട്ടി ദ്വീപ്, അതുപോലെ തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡ്, പാതിരാമണൽ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, രാമൻതുരുത്ത് ദ്വീപ്, ഇതൊക്കെ ഈ പറയുന്ന വേമ്പനാട്ട് കായലിലുള്ള ദ്വീപാണ്. ഇനി ഓരോ ദ്വീപിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ വെല്ലിംഗ്ടൺ ദ്വീപാണ്. വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറഞ്ഞാൽ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഏറ്റവും വലിയ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒരു ദ്വീപ് കൂടിയാണ് വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ദ്വീപ് എന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ ദ്വീപാണ്. കൃത്രിമമായി നിർമ്മിച്ചതാണ് ഈ പറയുന്ന വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത്. ഇതാണ് കൊച്ചി തുറമുഖം, അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ദ്വീപ്. എന്നാൽ ഏറ്റവും വലിയ കൃത്രിമമായി നിർമ്മിക്കാത്ത, അതായത് നാച്ചുറലി പ്രകൃതിദത്തമായിട്ടുണ്ടായി വന്ന ദ്വീപാണ് ഏറ്റവും വലിയ വേമ്പനാട്ട് കായലിൽ തന്നെ ഏറ്റവും വലിയ വേമ്പനാട്ട് കായലിന്റെ ഭാഗമായി ഏറ്റവും വലിയ പ്രകൃതിദത്തമായിട്ടുള്ള ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാതിരാമണൽ ദ്വീപാണ്. അപ്പോൾ പ്രകൃതിദത്ത ദ്വീപാണ്, നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ള ഒരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയേറിയ ദ്വീപ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന പോലെ ജനസംഖ്യയേറിയ ദ്വീപ് എന്ന് പറയുന്നത് വൈപ്പിൻ ദ്വീപാണ്. അത് ഈ പറയുന്ന വേമ്പനാട്ട് കായലിന്റെ ഭാഗമായിട്ടുള്ള ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ വേമ്പനാട്ട് കായലിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം, അതിനടുത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം കാണപ്പെടുന്നത്. ഇനി വേമ്പനാട്ട് കായലിൽ വന്നു ചേരുന്ന നദികളുണ്ട്. അതായത് പമ്പാ നദി, അതുപോലെ തന്നെ അച്ചൻകോവിലാർ, കല്ലടയാർ, മണിമലയാർ, അതുപോലെ തന്നെ മീനച്ചിലാർ, പെരിയാർ, മൂവാറ്റുപുഴയാർ, ഇതെല്ലാം എവിടെ വന്നു ചേരുവാണ് ചെയ്യുന്നത്? ഇവയെല്ലാം ഈ പറയുന്ന വേമ്പനാട്ട് കായലിൽ വന്നു ചേരുകയാണ്. പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, പെരിയാർ, മൂവാറ്റുപുഴയാർ, ഇവയെല്ലാം എവിടെ വന്നു ചേരുകയാണ്? ഈ പറയുന്ന ഈ പറയുന്ന വേമ്പനാട്ട് കായലിൽ വന്ന് ചേരുന്ന നദികളാണ്. അപ്പോൾ ഈ പറയുന്ന കോഡ് വെച്ച് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വേമ്പനാട്ട് കായലിൽ വന്ന് പതിക്കുന്ന നദികൾ കോഡ് വെച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ മൂവാറ്റുപുഴയ്ക്ക് പോയപ്പോൾ മണി മീനയെയും കൊണ്ട് പമ്പ കടന്നു എന്ന് പറയാൻ പറ്റും. അതായത് അതിനകത്ത് തന്നെ ഉണ്ട് എല്ലാം. അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ കോവിലാർ, മൂവാറ്റുപുഴയ്ക്ക് പോയപ്പോൾ, അപ്പം മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ മൂവാറ്റുപുഴയാർ, പോയപ്പോൾ എന്നുള്ളതിൽ നമുക്ക് എന്താ പറയാം? പെരിയാർ എന്ന് പറയാം. പാവച്ച് പെരിയാർ. മണി മീനയെയും കൊണ്ട്, മണി മീന, അപ്പൊ മണി എന്ന് പറയുമ്പോൾ മണിയാർ, മണി എന്ന് പറയുമ്പോൾ മണിമലയാർ, അതുപോലെ തന്നെ മീന എന്ന് പറയുമ്പോൾ മീനച്ചിലാർ, കൊണ്ട് പമ്പ കടന്നു എന്ന് പറയുമ്പോൾ പമ്പ. ഇത്രയും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ നദികളാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ട 2 പദ്ധതികളാണ് തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും. 1975 നിർമ്മിക്കപ്പെട്ടതാണ് തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ ജില്ലയിൽ. എന്തിനാണ് ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ ജില്ല. കുട്ടനാട് പ്രദേശമൊക്കെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്ന ഭാഗമാണ്.
അപ്പോൾ ഈ പറയുന്ന കുട്ടനാട് പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്നതിനാൽ തന്നെ സമുദ്രനിരപ്പ് കൂടുന്നതിനനുസരിച്ച് ഉപ്പുവെള്ളം കയറാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതായത് ഈ ഭാഗത്തേക്ക്, അതായത് ഈ കുട്ടനാടൻ മേഖലകളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് സാധാരണയാണ്. അപ്പോൾ ഉപ്പുവെള്ളം കയറുമ്പോൾ അത് കൃഷിയെ ഒരുപാട് ബാധിക്കും. അപ്പം ഈ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടി പണിത ഒരു ബണ്ട് സംവിധാനമാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം അടുത്തൊരെണ്ണമാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1954 ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേ പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ പ്രദേശത്ത്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമായിട്ടുള്ള കുട്ടനാട് മേഖലകളിൽ മഴവെള്ളം, അതായത് വെള്ളം കൂടുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടിയിട്ട്, കുട്ടനാടിലെ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ വന്നത്. എന്നാൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണ്ണീർമുക്കം ബണ്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്തിലാണ് വരുന്നത്? ആ വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്.